ഹലോ എവരിവൺ, ഫിസിക്സ് ബോക്സിന്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് കറന്റ് ആൻഡ് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിന്റെ പാർട്ട് 3 വീഡിയോ ആണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിന്റെ കണ്ടന്റിലേക്ക് പോകാം. അപ്പം ഇന്ന് പ്രധാനമായി എടുക്കാൻ പോകുന്ന കണ്ടന്റുകൾ എന്തൊക്കെയാണെന്ന് ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയും കണ്ടന്റുകളാണ് നമ്മൾ ഇന്ന് ആദ്യം എടുക്കാൻ പോകുന്നത്. അവ എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. ഇലക്ട്രിക് പവർ ആൻഡ് എനർജി എന്ന ടോപ്പിക് ഡിസ്കസ് ചെയ്യും. സെൽ, EMF ആൻഡ് ഇന്റേണൽ റെസിസ്റ്റൻസ് ഡിസ്കസ് ചെയ്യും. സെൽസ് ഇൻ സീരീസ് ആൻഡ് പാരലൽ. അപ്പൊ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് വേഗം തന്നെ ബാക്കി ഭാഗങ്ങളിലേക്ക് പോകാം. ഓക്കെ, അപ്പം എന്താണ് ഇലക്ട്രിക് പവർ ആൻഡ് എനർജി? ഈ കാര്യങ്ങളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മൾ അതിനെ കുറിച്ച് ഉള്ള കാര്യങ്ങളിലേക്ക് പോവാണ്. അപ്പോൾ സപ്പോസ് നമുക്കറിയാം എന്താണ് ഇലക്ട്രിക് പവർ എന്നൊക്കെ നമുക്ക് അറിയാം. എന്നാലും നമ്മൾ ഇതിന്റെ ബ്രീഫായിട്ട് ഒരു ഇക്വേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. സപ്പോസ് എന്റെ കയ്യിലൊരു കണ്ടക്ടർ ഉണ്ട്. ഈ കണ്ടക്ടറിലേക്ക് Q എന്ന ചാർജ് ഉണ്ട്. കണ്ടക്ടറിൽ Q എന്ന ചാർജ് ഉണ്ട്. അപ്പൊ ഈ Q എന്ന ചാർജ് ഈ കണ്ടക്ടറിൽ ഉണ്ടെങ്കിൽ എപ്പോഴായിരിക്കും ഈ ചാർജ് ഫ്ലോ ചെയ്യാൻ തുടങ്ങാം? ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകുമ്പോൾ മാത്രം എന്ത് ചെയ്യുക, ഈ ചാർജ് എന്ത് ചെയ്യുക, ഈ Q എന്ന കണ്ടക്ടറിന്റെ ഇതൊരു എൻഡ് ആണ് അല്ലെ, ഈ ഒരു എൻഡിൽ നിന്നിട്ട് ഈ ഒരു എൻഡിലേക്ക്, അതായത് A എന്നുള്ളൊരു എൻഡാണ്, B എന്നുള്ള ഒരു എൻഡാണ്. അപ്പൊ A എന്നുള്ള പോയിന്റിൽ നിന്നിട്ട് B എന്നുള്ള പോയിന്റിലേക്ക് ഒഴുകണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക, ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക, ഇവിടെ കൊടുക്കുന്ന ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്, അതായത് ഒരു പവറാണ് കൊടുക്കുന്നത്, ഒരു പവറാണ് കൊടുക്കുന്നത്, ഒരു സെല്ല് കണക്ട് ചെയ്തു. അപ്പൊ എന്ത് ചെയ്യാം, ഇതിലൂടെ കറന്റ് എന്ത് ചെയ്യുക, ഇതിലൂടെ ഫ്ലോ ചെയ്യും അല്ലെ. കറന്റ് ഫ്ലോ ചെയ്ത് ഇതിലൂടെ ഈ Q എന്ന ചാർജിനെ എന്ത് ചെയ്യുക, ഈ ഒരു B എന്ന പോയിന്റിലേക്ക് എത്തിക്കും. ഓക്കെ, അങ്ങനെയാണ് സംഭവം ഉള്ളത്. അപ്പം ഈ ചാർജ് ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്, അതായത് A എന്നുള്ള പോയിന്റിൽ നിന്ന് B എന്ന പോയിന്റിലേക്കാണ് Q എന്ന ചാർജ് ഫ്ലോ ചെയ്യുന്നത്. Q എന്ന പോയിന്റ് ഫ്ലോ ചെയ്യാനുള്ള കാരണം എന്താ, ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകുമ്പോൾ മാത്രമേ ഫ്ലോ ചെയ്യുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഈ ബാറ്ററി അല്ലെങ്കിൽ ഈ സെല്ല് ചെയ്ത ഒരു വർക്കാണ് നമുക്ക് അറിയാൻ പറ്റും, ഒരു വർക്കാണ് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഓരോ പോയിന്റിലും VA ആൻഡ് VB ആർ ദി VA കേട്ടോ, VA ആൻഡ് VB. ഇത് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക, ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് അല്ലെ. രണ്ട് എൻഡിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനാണ് VA ആൻഡ് VB എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഈ സെല്ല് ചെയ്തൊരു വർക്ക് ആണെങ്കിൽ നമുക്കിവിടെ പറയാൻ പറ്റും വർക്ക് W = എന്താ, ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയാം. ക്ലിയർ അല്ലോ? അപ്പൊ എന്താ നോക്കാം. അപ്പൊ ചാർജിന് Q ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറഞ്ഞാൽ എന്താ, VA മൈനസ് VB ആയിരിക്കും. ഇത്രേ ഉള്ളൂ. അപ്പം വർക്ക് = എന്താ, ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അതായത് വർക്ക് = എന്താ, ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറയാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം അറിയാം. നമുക്കറിയാം ഈ കറന്റ് I = എന്താ, Q/T ആണ് അല്ലെ. കറന്റ് ചാർജ് ബൈ ടൈം ആണെന്ന് അറിയാം. കറന്റ് I = Q/T എന്ന് അറിയാം. അപ്പൊ ഇത്ര കാര്യങ്ങൾ നമുക്കറിയാം. ഇപ്പം വർക്കിന് ഒരു ഇക്വേഷൻ ഉണ്ട്, വർക്ക് = എന്താ, Q ഇൻറ്റു V. ഓക്കെ, അപ്പം പവറിന് ഒരു ഇക്വേഷൻ അല്ലല്ലോ, പവർ = എന്താ, വർക്ക് ബൈ ടൈം ആണ്. പവർ = എന്താ, വർക്ക് ബൈ ടൈം ആണെന്ന് അറിയാം. ഓക്കെ, അപ്പം വർക്ക് എന്താണ് ഇവിടെ, വർക്ക് = QV/T ആണ്. ഓക്കെ, QV/T ആണ്. ഓക്കെ, അതാണ് എന്ത് ചെയ്യുക, ഇത് Q/T പറയുന്ന പേര് കറന്റ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും പവർ = എന്താ, Q/T I ആണ് അല്ലെ. അപ്പം VI എന്ന് എഴുതാൻ പറ്റും. പവർ = എന്താ, VI എന്ന് എഴുതാൻ പറ്റും. ദിസ് ഈസ് ദ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് പവർ. പവറിന്റെ ആദ്യത്തെ ഇക്വേഷൻ ആണ് എഴുതിയത്. പവർ = V ഇൻറ്റു I എന്ന് എഴുതാൻ പറ്റും. ഇനി നമുക്ക് ഓംസ് ലോ പ്രകാരം അടുത്ത പേജിലേക്ക് ഇതാണ് നമുക്ക് എന്താ, പവർ = VI എന്നറിയാം. പവർ = VI എന്നറിയാം. അപ്പൊ ഓംസ് ലോ പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം, I = എന്താണ്, V/R എന്നറിയാം. I = V/R. ഈ P = VI എന്ന ലൊക്കേഷനിലേക്ക് I = V/R സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടും, പവർ = V ഇൻറ്റു I അല്ലേ. ഓക്കെ, V അങ്ങനെ തന്നെ എഴുതി, ഇൻറ്റു I എന്ന് വരുമ്പോ എന്താ, V/R. അപ്പം പവറിന് ഇക്വേഷൻ എന്താ, പവർ = V²/R എന്ന് കിട്ടി. അപ്പം പവറിന് വേറൊരു ഇക്വേഷൻ കിട്ടി, രണ്ടാമത്തെ ഇക്വേഷൻ പവർ = V²/R നമുക്ക് കിട്ടി. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി ഇതേമാതിരി തന്നെ പവറിനെ നമുക്കറിയാം, നമുക്ക് V = IR എന്നറിയാം. V = IR എന്നറിയാം. ഈ ഒരു ഇക്വേഷൻ എന്ത് ചെയ്യുക, പവറിന് ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാം. പവർ = V ഇൻറ്റു I എന്നല്ലേ ഉള്ളത്. ഓക്കെ, അപ്പൊ വിന്റെ ഭാഗത്ത് എന്താണ്, IR ഇൻറ്റു I. അപ്പം പവറിന് ഇക്വേഷൻ കിട്ടില്ല, പവർ = എന്താവും, I²R എന്ന് കിട്ടി. അപ്പം പവറിന് അടുത്ത ഇക്വേഷൻ കിട്ടി, പവർ = I²R. അപ്പം പവറിന് എന്ത് ചെയ്യാം, 3 ഇക്വേഷൻസ് കിട്ടിയില്ലേ. ആ 3 ഇക്വേഷൻസ് ഏതൊക്കെയാണ്, പവർ = VI എന്ന് കിട്ടി.
അടുത്ത ഇക്വേഷൻ പവർ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ എന്ന് കിട്ടി. കിട്ടിയല്ലോ. ഇനി അടുത്ത ഇക്വേഷൻ പവർ ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ എന്ന് കിട്ടി. ഇതാണ് പവറിന്റെ കാണാനുള്ള ഇക്വേഷൻ. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പവറിന്റെ ഇക്വേഷൻ ഡെറൈവ് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ എന്താ പറഞ്ഞത്, എനർജിയുടെ ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ എനർജിയുടെ ഇക്വേഷൻ കാണണം. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഇപ്പം കിട്ടിയ 3 ഇക്വേഷൻസ് വേണം അല്ലേ. അപ്പോൾ ഈ 3 ഇക്വേഷൻസ് നമ്മൾ ഉപയോഗിക്കണം. പവർ ഈസ് ഈക്വൽ ടു വി ഐ എടുക്കണം, പവർ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ എടുക്കണം, പവർ ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ എടുക്കണം. അത് നമ്മൾ എന്ത് ചെയ്യുക, ഒന്നുകൂടി എടുത്ത് എഴുതാണ്. പവർ ഈസ് ഈക്വൽ ടു എന്താ, വി ഐ, പവർ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ, പവർ ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ. ആ 3 ഇക്വേഷൻ എഴുതി. ഓക്കെ, നമുക്കറിയാം പവർ ഈസ് ഈക്വൽ ടു എന്താ, വർക്ക് ബൈ ടൈം ആണ് അല്ലെ. പവർ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം ആണ്. വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ, പവർ ഇൻറ്റു ടൈം ആണ്. പവർ ഇൻറ്റു ടൈമിനെ പറയുന്നത് എന്താ, വർക്ക് തന്നെയാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ പവർ, ഈ വർക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും എനർജിയാണ് അല്ലെ, എനർജിയാണ്. എനർജി ഈസ് ഈക്വൽ ടു എന്താ, പവർ ഇൻറ്റു ടൈം ആണ്. എനർജി ഈസ് ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം ആണ്. അങ്ങനെയാണെങ്കിൽ എനർജി ഇ ഈക്വൽ ടു, ഇവിടെ ഓരോ ഇക്വേഷൻ നമ്പർ 1 അല്ലേ, ഇത് 2 ആണ്, 3 ആണ്. 1 കൊടുക്കുക, ഇക്വേഷൻ പവറിന്റെ ഭാഗത്തേക്ക് 1 കൊടുക്കുക. എന്താ, വി ഐ ഇൻറ്റു ഇവിടെയുള്ള ടി, വി ഐ ടി. അപ്പം ഇക്വേഷൻ കിട്ടി, ഇ ഈക്വൽ ടു എന്താ, വി ഐ ടി എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി അടുത്ത ഇക്വേഷൻ ഇ ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം അല്ലേ. പവറിന് എന്ത് ചെയ്യുക, വി സ്ക്വയർ ബൈ ആർ. സെക്കൻഡ് ഇക്വേഷൻ കൊടുക്കുക, വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി. അപ്പോൾ പവറിന് അടുത്ത ഇക്വേഷൻ കിട്ടി, ഇ ഈക്വൽ ടു എന്താ, വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി. കിട്ടിയല്ലോ. ഇനി ഇതേ സിമിലർലി പവറിന് വേറെ അടുത്ത ഇക്വേഷൻ കൊടുക്കുക, ഐ സ്ക്വയർ ആർ ഇൻറ്റു ടി. പവറിന് എന്ത് ചെയ്യുക, ഐ സ്ക്വയർ ആർ കൊടുക്കുക, അതിൻ്റെ കൂടെ ഒരു ടീം കൂടി ഉണ്ട്. ഓക്കെ, അപ്പം പവറിന് എനർജിക്ക് 3 ഇക്വേഷൻ കിട്ടി. അപ്പോൾ ഇത് 4ാമത്തെ ഇക്വേഷൻ, 5ാമത്തെ ഇക്വേഷൻ, 6ാമത്തെ ഇക്വേഷൻ. ഓക്കെ, ഇതാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇലക്ട്രിക് പവർ ആൻഡ് എനർജിയുടെ 3 ഇക്വേഷൻസ് അല്ലേ. ഇലക്ട്രിക് പവറിന് 3 ഇക്വേഷൻ കിട്ടി, അതുപോലെ തന്നെ എനർജിക്ക് എന്ത് ചെയ്യുക, 3 ഇക്വേഷൻ കിട്ടി. അപ്പം ഇതാണ് നിങ്ങളോട് സാധാരണ എക്സാമിന് ചോദിക്കാറുള്ളത്. ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കാം. നമ്മൾ എന്ത് ചെയ്യുക, ഇനി അടുത്ത ഭാഗത്തേക്ക് പോവാണ്. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ ഇനി അടുത്ത ഭാഗത്തേക്ക് പോവാണ്. എന്താണ് സെല്ല്, അതുപോലെ തന്നെ ഇ എം എഫ്, അതുപോലെ തന്നെ ഇന്റേണൽ റെസിസ്റ്റൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കാൻ പോകണം അല്ലേ. അപ്പോൾ സെല്ല് എന്താണ്, ഇ എം എഫ് എന്താണ്, ഇന്റേണൽ റെസിസ്റ്റൻസ് എന്താണ്. അപ്പം ഇതാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. സപ്പോസ് ഇവിടെ ഒരു സെറ്റപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇവിടെ ഒരു ഇലക്ട്രോഡ്സ് കണ്ടോ, ഇലക്ട്രോഡ്സ് ഉണ്ട്. അപ്പൊ ഇലക്ട്രോഡ്സ് മുക്കിയ ഒരു ബീക്കർമാരല്ലേ, ആ ബീക്കറിലേക്ക് എന്ത് ചെയ്യുക, ഒരു ഇലക്ട്രോലൈറ്റുകൾ ഉണ്ട്. ഈ ഇലക്ട്രോലൈറ്റിലേക്ക് എന്താണ് നമ്മൾ എന്ത് ചെയ്യുക, ഇലക്ട്രോഡ്സ് മുക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇലക്ട്രോലൈറ്റ് എന്താ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അയോൺസ് ഉള്ള അല്ലെ, അയോൺസ് ഉള്ള ലാനുകളാണ് എന്ത് ചെയ്യുക, ഇലക്ട്രോലൈറ്റ് എന്ന് പറയാം. ഈ ഇലക്ട്രോലൈറ്റിലേക്ക് എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക, ഇലക്ട്രോഡ്സ് എന്ന് പറഞ്ഞാൽ, ഇലക്ട്രോഡ്സ് പറഞ്ഞാൽ എന്താ, ആ ഇലക്ട്രോഡ്സിന്റെ റോഡുകൾ വെച്ച് മുക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് ഫസ്റ്റ് റോഡാണ് പോസിറ്റീവ് ചാർജുള്ള പി റോഡും, ഓക്കെ, നെഗറ്റീവ് ചാർജുള്ള എൻ റോഡും മുക്കി വെച്ചിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അതിന്റെ സെല്ല്, അതുപോലെ ഇ എം എഫ്, ഇന്റേണൽ റെസിസ്റ്റൻസ്, ആ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. ഈ ഒരു ഇലക്ട്രോഡ് ലൈറ്റും കൂടി ചെന്ന ഒരു സെറ്റപ്പിന് പറയുന്ന പേരാണ് സെല്ല്. എന്താണ്, അപ്പൊ സെല്ല് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇലക്ട്രോഡും ഉണ്ടാവും പ്ലസ് ഇലക്ട്രോലൈറ്റും ഉണ്ടാവും. ഓക്കെ, അപ്പം എന്താണ് ഇവിടെ ഉള്ളത്, സെല്ല് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോഡും ഇലക്ട്രോലൈറ്റും കൂടി ചേർന്നതാണ് സെല്ല് എന്ന് പറയാം. ഈ ഒരു സെല്ല്, ഓക്കെ, ഈ സെല്ലിൽ നമ്മൾ എന്ത് ചെയ്യാം, സെല്ലാണ്. ഈ സെല്ലിന് 2 ഇലക്ട്രോഡ്സ് ഉണ്ട്, പോസിറ്റീവ് ഇലക്ട്രോഡ് ഉണ്ട്, നെഗറ്റീവ് ഇലക്ട്രോഡ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക, ഈ പോസിറ്റീവ് ഇലക്ട്രോഡ് ഉണ്ടാകുന്ന പൊട്ടൻഷ്യലാണ് വി പ്ലസ്. എന്താണ്, പോസിറ്റീവ് ഇലക്ട്രോഡ് ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ വി പ്ലസ് ആയിട്ട് എടുക്കാം. നെഗറ്റീവ് ഇലക്ട്രോഡ് ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എന്ത് ചെയ്യാം, നെഗറ്റീവ് വി മൈനസ് എടുക്കാം. എന്താണ്, നെഗറ്റീവ് വി മൈനസ് എടുക്കാം. ക്ലിയർ ആണല്ലോ. അപ്പം 2 ഇലക്ട്രോഡ് ഉണ്ട്. പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ വി പ്ലസും, അതുപോലെ തന്നെ നെഗറ്റീവ് ചാർജ് ഇലക്ട്രോഡിന് നമ്മൾ ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ നെഗറ്റീവ് വി മൈനസും ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ 2 ഇലക്ട്രോഡ് തമ്മിലുള്ള ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും. അതായത് അപ്പോൾ ഈ സർക്യൂട്ട് ഓപ്പൺ ആണ്. അതായത് ഇപ്പോൾ ഈ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ആണ്. 2 ഇലക്ട്രോഡ് വെക്കുക, ജസ്റ്റ് ഇറക്കി വെച്ചിട്ടുള്ളൂ. അപ്പൊ അതിന്റെ സർക്യൂട്ട് ഓപ്പൺ ആണ്. അത് ഓപ്പൺ സർക്യൂട്ട് ആണ്. വേറെ മേലെ കണക്ഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അതുകൊണ്ട് ഓപ്പൺ സർക്യൂട്ട് ആയതുകൊണ്ട് ഡിഫറൻസ് ഇൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്താണ്, ഇവിടെയുള്ള വി പ്ലസ് മൈനസ് ഓഫ് വി മൈനസ് എന്നാണ്. അപ്പൊ 2 കൂടി ചേർന്നാൽ എന്തോ വി പ്ലസ് വി മൈനസ് എന്ന് കിട്ടും. ഈ ഡിഫറൻസ് ഇൻ പൊട്ടൻഷ്യലിനെ പറയുന്ന പേരാണ് എന്ത് ചെയ്യുക,
EMF. എന്താണ് ഈ ഡിഫറൻസ് ഇൻ ഈ പൊട്ടൻഷ്യലിനെ പറയുന്ന പേരാണ് എന്ത് ചെയ്യുക EMF. അപ്പം EMF എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പൊ സർക്യൂട്ട് ഓപ്പൺ ആയി നിൽക്കുന്ന സമയത്ത് രണ്ട് ഇലക്ട്രോഡുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യലിനെ പറയുന്ന പേരാണ് എന്ത് ചെയ്യുക EMF. ക്ലിയർ ആണല്ലോ. അപ്പം EMF എന്ന് പറഞ്ഞാൽ എന്താ അപ്പൊ ആ കാര്യങ്ങളൊക്കെ എന്താ നോക്കാം, അതൊന്ന് സ്റ്റേറ്റ് ചെയ്യാം കേട്ടോ. അപ്പം EMF എന്ന് പറഞ്ഞാൽ എന്താ it is the potential difference across the two terminals when there is no current flowing through the circuit. അതായത് സർക്യൂട്ട് ഈസ് ഓപ്പൺ. അതായത് ഇറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ ടു ടെർമിനൽസ്, രണ്ട് ടെർമിനൽസിന്റെ ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് അല്ലെ. വെൻ ദർ ഇസ് നോ കറന്റ് ഫ്ലോയിങ് ത്രൂ ദ സർക്യൂട്ട്. സർക്യൂട്ടിലൂടെ അതായത് സർക്യൂട്ട് ഓപ്പൺ ആണ്, സർക്യൂട്ട് ഓപ്പൺ ആകുമ്പോൾ കറന്റ് ഫ്ലോ ചെയ്യുന്നില്ല. അങ്ങനെ കറന്റ് ഫ്ലോ ചെയ്യാതിരിക്കുന്ന സമയത്തുള്ള ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ എന്ത് ചെയ്യുക ഡിഫറൻസ് ഇൻ പൊട്ടൻഷ്യലിനെ പറയുന്ന പേരാണ് എന്ത് ചെയ്യുക EMF എന്ന് പറയാം. ക്ലിയർ ആണല്ലോ. അപ്പൊ EMF-നെ സൂചിപ്പിക്കുന്ന ലെറ്റർ E എന്നാണ് കേട്ടോ, E. ഓക്കെ, അപ്പൊ EMF എന്നാണ് മനസ്സിലായല്ലോ. രണ്ട് അതായത് സർക്യൂട്ട് ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് രണ്ട് സെല്ലുകൾ ഇലക്ട്രോഡ്സ് തമ്മിൽ ഇടയിലുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവും അല്ലെ, ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഡിഫറൻസ് ഇൻ പൊട്ടൻഷ്യൽ ഉണ്ടാവും. അതിനെ പറയുന്ന പേരാണ് എന്ത് ചെയ്യാം EMF എന്ന് പറയും, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയും. ഓക്കെ, നമ്മൾ അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ഭാഗത്തേക്ക് പോകാം. ഓക്കെ, ഇപ്പൊ നേരത്തുള്ള സെറ്റപ്പ് ഉണ്ടല്ലേ. അപ്പൊ നേരത്തുള്ള സെറ്റപ്പ് നമ്മൾ നേരെ എടുത്ത് അതേമാതിരി വെച്ചു. നമ്മൾ എന്ത് ചെയ്യുക, എന്നിട്ട് അതിനെ ക്ലോസ് ചെയ്തു. ഈ സർക്യൂട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ ക്ലോസ് ചെയ്തു. ക്ലിയർ അല്ലേ? ഓക്കെ, ഇതൊരു റെസിസ്റ്റൻസ് ആണ് അത്. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്, സർക്യൂട്ട് എന്ത് ചെയ്യാ ഞാൻ ക്ലോസ് ചെയ്തു അല്ലെ. സർക്യൂട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം ഇതിലൂടെ എന്ത് ചെയ്യാം കറന്റ് ഫ്ലോ ഉണ്ടാകും. സർക്യൂട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൂടെ ഒരു കറന്റ് ഫ്ലോ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക, ഇതിലൂടെ ഈ നമ്മളിത് ഇലക്ട്രോലൈറ്റ് ആണ് അല്ലെ, ഇലക്ട്രോലൈറ്റ് ഉണ്ട്, അതിന് കറസ്പോണ്ടന്റ് ഇലക്ട്രോഡ്സ് ഉണ്ട്. അപ്പോൾ ഈ ഇലക്ട്രോലൈറ്റിന്റെ ഇടയിൽ എന്ത് ചെയ്യുക ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. ആ റെസിസ്റ്റൻസിനെ പറയുന്ന പേരാണ് ഇന്റേണൽ റെസിസ്റ്റൻസ്. അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ IR എന്നാണ്. ഓക്കെ, അപ്പം ഈ കറന്റ് ഫ്ലോന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ശരിക്കും ഇലക്ട്രോലൈറ്റിൽ ഉണ്ടാവുന്ന ഒരു ഓപ്പോസിറ്റ് ഫ്ലോ ഉണ്ടാവും അല്ലെ, അതായത് കറന്റ് ഫ്ലോനെ ഓപ്പോസിറ്റ് ചെയ്തുകൊണ്ട് ഇലക്ട്രോലൈറ്റിൽ ഉണ്ടാവുന്ന ഒരു റെസിസ്റ്റൻസിനെ പറയുന്ന പേരാണ് എന്ത് ചെയ്യുക ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയും. ക്ലിയർ ആണല്ലോ. അപ്പോൾ അതിന്റെ ഒരു ഡെഫിനിഷൻ നമുക്ക് നോക്കാം. അതായത് ഇന്റേണൽ റെസിസ്റ്റൻസ് എന്താ നോക്കാം. ഇന്റേണൽ റെസിസ്റ്റൻസ് എന്താ, ദ സർക്യൂട്ട് ഈസ് ക്ലോസ്ഡ്. അപ്പൊ സർക്യൂട്ട് ക്ലോസ് ആയിരിക്കുന്ന സമയത്ത് ദ കറന്റ് ഈസ് ഫ്ലോയിങ് ത്രൂ ദ സർക്യൂട്ട്. കറന്റ് എന്ത് ചെയ്യുക സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യും. ദർഫോർ ഇലക്ട്രോലൈറ്റ് എക്സൈഡ് സം റെസിസ്റ്റൻസ് ടു ദ ഫ്ലോ ഓഫ് കറന്റ്. അപ്പൊ ഇലക്ട്രോലൈറ്റ് എന്ത് ചെയ്യുക ആ ഫ്ലോ ഓഫ് കറന്റിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് ഉണ്ടാക്കും. ആ റെസിസ്റ്റൻസിന് പറയുന്ന പേരാണ് എന്ത് ചെയ്യുക ഇന്റേണൽ റെസിസ്റ്റൻസ്. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്താണ്, ഇറ്റ് ഈസ് when the circuit is closed, when there is a current flowing through the circuit, therefore electrolyte exerts some resistance to the flow of current. അതിനെ പറയുന്ന പേരാണ് എന്ത് ചെയ്യുക ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയും. ഓക്കെ, അപ്പം ഇന്റേണൽ റെസിസ്റ്റൻസും അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക EMF രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണാനുള്ള ഇക്വേഷൻ ആണ്, അത് തമ്മിലുള്ള റിലേഷൻ ആണ് പറഞ്ഞത്. പൊട്ടൻഷ്യൽ V is equal to E minus IR. E എന്ന് പറഞ്ഞാൽ EMF ആണ്, IR എന്നാൽ ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ്. അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് പറയുന്നത്. അപ്പൊ പൊട്ടൻഷ്യൽ V is equal to E minus IR. അപ്പൊ ഈ ഇക്വേഷൻസ് നമ്മൾ എന്ത് എവിടെയാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി പറയാനുള്ളത് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെല്ല്. ഒരു സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഫസ്റ്റ് വൺ ആണ് നേച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റ്. പല ടൈപ്പ് ഇലക്ട്രോലൈറ്റുകൾ ഉണ്ട് അല്ലെ. അപ്പൊ ഇലക്ട്രോലൈറ്റുകളുടെ സ്വഭാവം മാറുന്നതനുസരിച്ച് എന്ത് ചെയ്യുക റെസിസ്റ്റൻസും ഇന്റേണൽ റെസിസ്റ്റൻസും മാറും. അതാണ് നേച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയാം. പിന്നെ കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്, എത്രത്തോളമാണ് ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ക്ലിയർ ആണല്ലോ. അപ്പം ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ മാറുമ്പോൾ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ത് ചെയ്യുക മാറും. ഓക്കെ, പിന്നെ ഏരിയ ഓഫ് കോണ്ടാക്ട് ഓഫ് ഇലക്ട്രോഡ്സ് ഇൻ ഇലക്ട്രോലൈറ്റ്. ഇപ്പൊ ഇലക്ട്രോഡ്സ് ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ എടുക്കുക ഈ ഇലക്ട്രോഡ്സ് ഇങ്ങനെ ഇതിലുണ്ട്, ഇത് ഇലക്ട്രോലൈറ്റ് ആണ് അല്ലെ. ഇലക്ട്രോലൈറ്റിൽ എന്ത് ചെയ്യുക ഇലക്ട്രോഡ്സ് ഉണ്ട്. അപ്പം എത്രത്തോളം ഏരിയ ഓഫ് കോണ്ടാക്ട് ഉണ്ട് അതിനനുസരിച്ചിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അപ്പൊ ഏരിയ ഓഫ് കോണ്ടാക്ട് എന്ത് ചെയ്യുക ഈ ഒരു ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. പിന്നെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇലക്ട്രോഡ്സ്. ഈ ഇലക്ട്രോഡ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ഇലക്ട്രോഡ്സ് തമ്മിലുള്ള ഡിഫറൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പൊ എത്രത്തോളം എടുത്താണോ ഇലക്ട്രോഡ്സ് ഉള്ളത് അല്ലെങ്കിൽ എത്രത്തോളം ദൂരത്താണോ ഉള്ളത് അതിനൊക്കെ എന്ത് ചെയ്യുക ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇന്റേണൽ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ അതുപോലെ തന്നെ അടുത്ത ഫാക്ടറാണ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിന് എന്ത് ചെയ്യുക ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ത് ചെയ്യുക ഡിപ്പെൻഡ് ചെയ്യും. അതായത് 5 ഫാക്ടേഴ്സ് ഉണ്ട് എന്തിനാ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ എന്ത് ചെയ്യുക ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്.
അപ്പൊ എന്തൊക്കെയാണ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ ടെമ്പറേച്ചർ പറഞ്ഞു അല്ലെ, പിന്നെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇലക്ട്രോഡ്സ്, പിന്നെ ഏരിയ ഓഫ് കോണ്ടാക്ട് ബിറ്റ്വീൻ ഇലക്ട്രോഡ്സ് ഇൻ ഇലക്ട്രോലൈറ്റ്, അത് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ നമ്മൾ എന്താ പറയാ പിന്നെ നേച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റിന്റെ നേച്ചറിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്ത ഭാഗത്തേക്ക് പോവാണ്. ഓക്കെ, ഇനി നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗത്തേക്ക് പോവാണ്, സെൽസ് ഇൻ സീരീസ് ആൻഡ് പാരലൽ. അപ്പൊ സെൽസ് സീരീസ് ആയി വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അതുപോലെ സെൽസ് പാരലായി കൊണ്ടുവച്ചാൽ എന്ത് സംഭവിക്കും, ആ ഒരു കോമ്പിനേഷൻ ആണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ പറയുന്നത് സെൽസ് ഇൻ സീരീസ് ആണ്. അപ്പൊ സെൽസ് ഇൻ സീരീസ്, സെൽസ് സീരീസ് ആയിട്ട് കൊണ്ടുവയ്ക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ V = E - IR ഇക്വേഷൻ ഉണ്ട്. ശ്രദ്ധിക്കുക, സെൽസ് സീരീസ് ആണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക, വോൾട്ടേജ് ആണ് എന്ത് ചെയ്യുക ഡിവൈഡ് ചെയ്ത് പോകുന്നത്. എന്താണ്, സെൽസ് സീരീസ് ആണെങ്കിൽ വോൾട്ടേജ് ആണ് ഡിവൈഡ് ചെയ്ത് പോവുക. അങ്ങനെയാണെങ്കിൽ വോൾട്ടേജ് നമുക്ക് എന്ത് ചെയ്യാം, V = എന്ത് ചെയ്യുക V1 + V2 എന്ന് എടുക്കാം. ഇവിടെ E1 എന്ന് പറഞ്ഞാൽ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ E1 എന്ന് പറഞ്ഞാൽ ഈ സെല്ലിന്റെ EMF ആണ്, ഇത് E2 എന്നുള്ള EMF ആണ്. ഈ R1 R2 എന്ന് പറഞ്ഞാൽ റെപ്രസെന്റ് ചെയ്യുന്നത് ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ്. എന്താണ്, ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം കറന്റ് ഇതിലൂടെ ഫ്ലോ ചെയ്യും, ഇതിലൂടെ ഇങ്ങോട്ട് ഫ്ലോ ചെയ്യും, പോസിറ്റീവ് ടു നെഗറ്റീവിലേക്ക് എന്ത് ചെയ്യും, കറന്റ് ഫ്ലോ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സെൽസ് സീരീസ് ആയി വെച്ച് കഴിഞ്ഞാൽ എന്താണ് അവിടെ ഉണ്ടാവുന്ന എഫക്റ്റീവ് വാല്യൂ ഓഫ് ഇന്റേണൽ റെസിസ്റ്റൻസ് ആൻഡ് എഫക്റ്റീവ് വാല്യൂ ഓഫ് EMF, ആ രണ്ട് കാര്യമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞു സെൽസ് സീരീസ് ആയി വെച്ച് കഴിഞ്ഞാൽ വോൾട്ടേജ് ആണ് ഡിവൈഡ് ചെയ്ത് പോവാന്ന്. അങ്ങനെയാണെങ്കിൽ V = E - IR എന്നല്ലേ, ആ കാര്യങ്ങൾ നമുക്കറിയാം. ഓക്കെ, അപ്പൊ നമ്മള് V1 ഇൻ ടേംസ് ഓഫ് V1 ടേംസിൽ എഴുതുകയാണെങ്കിൽ V1 എഴുതുകയാണെങ്കിൽ E1 - IR1 + E2 - IR2 എന്ന് എഴുതി കൂടെ. ഈക്വൽ ടു എന്താണ്, ഈ V നെ എഴുതുക, ഈക്വൽ ടു V എന്ന് പറയുമ്പോൾ എന്താ E - IR. ഓക്കെ, അപ്പൊ അതായത് E - IR = E1 - IR1 + E2 - IR2. അപ്പൊ E - IR എന്ന് പറയുന്ന പേര് തന്നെയല്ലേ, അതായത് E - IR അല്ലേ. അപ്പം E എഫക്റ്റീവ് - IR എഫക്റ്റീവ് അല്ലെ, എഫക്റ്റീവ് വാല്യൂ ആണല്ലോ, അതായത് ടോട്ടൽ ഈക്വൽ ടു ആണ് എന്താ, ഒരുമിച്ച് ചെയ്താ E1 + E2 ഒരുമിച്ച് ചെയ്താ -I × R1 + R2. ക്ലിയർ ആണോ? അപ്പൊ E1 + E2 ഒരുമിച്ച് എഴുതി, R1 + R2 ഒരുമിച്ച് എഴുതി. ഓക്കെ, ഇത് കമ്പയർ ചെയ്യാം. അപ്പം ഈ ലെഫ്റ്റ് സൈഡും ഈ റൈറ്റ് സൈഡ് കമ്പയർ ചെയ്യാം. ഓക്കെ, E എഫക്റ്റീവ് = E1 + E2 എന്ന് എഴുതാം. അങ്ങനെ എന്താ പറയാ, E എഫക്റ്റീവ് = എന്താ E1 + E2 എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ R എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ R1 + R2 അല്ലേ. അപ്പൊ ഇതാ എന്താണ് R എഫക്റ്റീവ് = R1 + R2. ഓക്കെ, അപ്പൊ സെൽസ് സീരീസ് ആയി വെക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഇന്റേണൽ റെസിസ്റ്റൻസ് ആൻഡ് എഫക്റ്റീവ് വാല്യൂ ഓഫ് EMF എന്താ, എഫക്റ്റീവ് വാല്യൂ EMF എന്താ E1 + E2 ആണ്. സെൽസ് സീരീസ് ആയി വെക്കുമ്പോൾ ഇന്റേണൽ റെസിസ്റ്റൻസ് R എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ R1 + R2 ആണ്. അപ്പൊ ഇത്ര കാര്യമാണ് ഇതിൽ പറയാനുള്ളത്. ക്ലിയർ ആണല്ലോ? ഒന്നുമില്ല, സെൽസ് സീരീസ് ആയി കൊണ്ടുവയ്ക്കുക. അപ്പം ഈ EMFന്റെ വാല്യൂ E1 + E2 ആയിരിക്കും, R എഫക്റ്റീവിന്റെ വാല്യൂ R1 + R2 ആയിരിക്കും. ഇത്രയേ ഉള്ളൂ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവാണ്. ഓക്കെ, അപ്പൊ അടുത്ത ഭാഗത്തേക്ക്. ഓക്കെ, സെൽസ് ഇൻ പാരലൽ കോമ്പിനേഷൻ. സെൽസ് പാരലൽ ആയിട്ട് വെക്കുകയാണ്. ഈ പാരലൽ കോമ്പിനേഷൻ അതായത് സെൽസ് ഇൻ പാരലൽ കോമ്പിനേഷൻ ആണ് വിചാരിക്കാം. ഓക്കെ, അപ്പൊ നമ്മളിവിടെ സർക്യൂട്ട് ഡയഗ്രം കാര്യങ്ങളൊക്കെ വരച്ചിട്ടുണ്ട്, ഒന്ന് നോക്കാം. ഇവിടെ EMF സോഴ്സ് ആണ് E1 ആൻഡ് ഇത് EMF സോഴ്സ് ആണ് E1 ഉണ്ട്, ഇവിടെ E2 ഉണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇന്റർണൽ റെസിസ്റ്റൻസ് ആണ് R2 ഉണ്ട്, ഇവിടെ R1 ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിലൂടെ ഒരു കറന്റ് ഒഴുകുന്നുണ്ട് അല്ലെ. ആ കറന്റ് പോണത് എന്താ, ഇതാണ് I1 ഉള്ള കറന്റ്, ഇത് I2 ഉള്ള കറന്റ് ആണ്. അവ കൂടി ചേർന്ന് എന്ത് ചെയ്യാം, I1 ആയി മാറും. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ കറന്റ് ആണ് ഡിവൈഡ് ചെയ്ത് പോണത് അല്ലെ. അപ്പം നമുക്കറിയാം V = എന്താ E - IR എന്നായതാ. V = E - IR എന്നായതാ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ നിന്നുകൊണ്ട് നമുക്ക് എഴുതിക്കൂടെ V = E - IR. അപ്പൊ IR = എന്താ E - V. IR = E - V. അപ്പം I എന്താ E - V/R എഴുതിക്കൂടെ. അപ്പൊ IR = E - V ആണ്, I എന്താ E - V/R. അങ്ങനെയാണെങ്കിൽ കറന്റ് ആണ് ഡിവൈഡ് ചെയ്ത് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ I എന്താ I1 + I2. ഇത്രയും കാര്യം നമുക്കറിയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ബാക്കി അടുത്ത പേജിൽ എഴുതാം I = I1 + I2. ഓക്കെ, അങ്ങനെ എഴുതിക്കൂടെ E - V, E എഫക്റ്റീവ് V/R എഫക്റ്റീവ് എഴുതിക്കൂടെ ഈക്വൽ ടു എഴുതിക്കൂടെ E1 - V/R1 + E2 - V/R2 എഴുതിക്കൂടെ എഴുതാൻ പറ്റും.
ഓക്കെ, ഇനി നമ്മൾ എഴുതാം ഇ എഫക്റ്റീവ് മൈനസ് വി ബൈ ആർ എഫക്റ്റീവ്. ഈ ഒരു ക്വാണ്ടിറ്റിയെ നമ്മൾ പറയുന്ന പേരെന്താ? ഐ അല്ലേ, കറന്റ് അല്ലേ, ഐ ഈക്വൽ ടു E1 മൈനസ് വി ബൈ R1 പ്ലസ് E2 മൈനസ് വി ബൈ R2. അതിന് എന്ത് ചെയ്യാം, E1 ഒരുമിച്ച് ചെയ്താൽ അപ്പം E1 ബൈ R1 പ്ലസ് E2 ബൈ R2 മൈനസ് വി മൈനസ് വി ബൈ R1 പ്ലസ് വി ബൈ R2. ഇങ്ങനെ എഴുതി കൂടെ എഴുതാം. ഇനി എന്ത് ചെയ്യാം, വി നമ്മൾ പുറത്തേക്ക് എടുക്കാം. E1 ബൈ R1 പ്ലസ് E2 by R2 minus of V into 1 by R1 plus 1 by R2. ക്ലിയർ അല്ല? ഇതാണ് I. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു R1 R2 ഉണ്ട്, ഇവിടെ R1 R2 ഉണ്ട്. അതിനെ നമ്മൾ കോമൺ ആക്കി എടുക്കാം. കോമൺ ആക്കി പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ എങ്ങനെ വരും? I into R1 R2 ഈക്വൽ ടു ബാക്കി എന്താ ഉണ്ടാവുക? E1 പ്ലസ് E2 അവിടെ ഉണ്ട് മൈനസ് വി ഇൻറ്റു അപ്പൊ നമ്മൾ ഈ കോമൺ ആക്കി എടുക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിൽ നിന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അതാണ് ആദ്യം ചെയ്യേണ്ടത് കേട്ടോ. അങ്ങനെ ചെയ്തിട്ട് അതിലേക്ക് പോവാം. ഓക്കെ, അപ്പം ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുകയാണേ. അപ്പോൾ അതൊന്ന് ചെയ്യാം. അപ്പം നമ്മൾ ഓക്കെ, ഐ ഈസ് ഈക്വൽ ടു എന്താവും? E1 R2 പ്ലസ് E2 R1 ബൈ R1 R2 അങ്ങനെ ചെയ്യാം. മൈനസ് വി ഇൻറ്റു വിനെ അങ്ങനെ വയ്ക്കുക. ബാക്കി എന്താവും? R2 പ്ലസ് R1 ബൈ R1 R2. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഇതിനെ കോമൺ ആക്കി എടുക്കുക. R1 R2നും R1 R2 ഉണ്ട്, അതിനെ കോമൺ ആക്കി എടുക്കാം. അപ്പൊ അടുത്ത പേജിൽ എഴുതാം. ഓക്കെ, അപ്പൊ എന്താവും? I ഇൻറ്റു ശ്രദ്ധിക്കാം, I ഇൻറ്റു R1 R2 ഈക്വൽ ടു E1 R2 പ്ലസ് E2 R1 മൈനസ് വി ഓഫ് R2 പ്ലസ് R1 കിട്ടി. ക്ലിയർ ആണല്ലോ? ഇനി ഈ കിട്ടിയ ക്വാണ്ടിറ്റിയെ ഈ R2 പ്ലസ് R1 എന്ത് ചെയ്യുക, നമ്മൾ താഴത്തേക്ക് കൊണ്ടുവരാം കേട്ടോ. ഈ ഐന്റെ താഴത്തേക്ക് കൊണ്ടുവരാം. അപ്പൊ എന്ത് കിട്ടും? I ഓഫ് R1 R2 ഡിവൈഡഡ് ബൈ R2 പ്ലസ് R1 ഈക്വൽ ടു എന്താവും? E1 R2 പ്ലസ് E2 R1 ഡിവൈഡഡ് ബൈ എന്താവും? ഏത് ക്വാണ്ടിറ്റി ആണോ R2 പ്ലസ് R1 ആണല്ലോ അല്ലേ, അപ്പൊ അതിനെ ഞങ്ങൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ, ഈ കിട്ടുന്ന ക്വാണ്ടിറ്റിന് എന്ത് ചെയ്യുക, R2 പ്ലസ് R1 വെച്ചിട്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യണം. മൈനസ് വി. ക്ലിയർ ആണല്ലോ? നമുക്കറിയാം വി സിക്കൽ എന്താ, ഇ മൈനസ് ഐ ആർ എന്ന് അറിയാം. ഈ ടേംസിലേക്ക് നമുക്ക് ഇതിനെ എക്സ്പ്രസ് ചെയ്യാം. അപ്പൊ എങ്ങനെ എഴുതാം? അപ്പം വിനെ ആദ്യം എഴുതാം. അതായത് ഇപ്പം നമ്മളിവിടെ ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ ഈ ടേംസിലേക്ക് എഴുതുകയാണെങ്കിൽ വി സിക്കൽ എന്താവും? ആദ്യം എഴുതി ഇന്റെ ഭാഗം എന്താവും? E1 R2 പ്ലസ് E2 R1 ബൈ R2 പ്ലസ് R1. ഓക്കെ, മൈനസ് ഐ ഓഫ് R1 R2 ഡിവൈഡഡ് ബൈ R2 പ്ലസ് R1 എഴുതി. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്ര കാര്യങ്ങളൊക്കെ എഴുതി. ഇനി നമ്മൾ എന്താ എഴുതാൻ പറ്റുക? ഓക്കെ, അപ്പം നമുക്കറിയാം ഈ ഒരു ക്വാണ്ടിറ്റി ഉണ്ട്, രണ്ട് ക്വാണ്ടിറ്റി ഉണ്ട്. ഓക്കെ, അപ്പം ഇത് ഈ എഫക്റ്റീവ് വാല്യൂ ഓഫ് EMF തുല്യമാണ് ഈ വാല്യൂ. അതുപോലെ തന്നെ ഇന്റേണൽ റെസിസ്റ്റൻസ്, അതായത് ആ എഫക്റ്റീവ് വാല്യൂ ഓഫ് ഇന്റേണൽ റെസിസ്റ്റൻസിലേക്കാണ് ഈ വാല്യൂ R1 R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും ഈ എഫക്റ്റീവ് എന്ന് പറയുന്നത് എന്താ, E1 R2 പ്ലസ് E2 R1 ഡിവൈഡ് ബൈ R1 പ്ലസ് R2 എന്ന് എഴുതാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഓക്കെ, അതേമാതിരി R എഫക്റ്റീവ് എന്ന് പറയുന്നത് എന്താവും? R എഫക്റ്റീവ് എന്താവും? നമ്മളിവിടെ പറഞ്ഞ മാതിരി തന്നെ ഒരു മിനിറ്റ്. R എഫക്റ്റീവ് എന്താ, R1 പ്ലസ് R2 ഡിവൈഡഡ് ബൈ ഒരു മിനിറ്റ് R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 എന്ന് എഴുതാൻ പറ്റും. അതിലെവിടെ കിട്ടിയത്? R1 R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2. ഓക്കെ, ഇതാണ് പാരലൽ കോമ്പിനേഷനിൽ വെച്ച് കഴിഞ്ഞാൽ എഫക്റ്റീവ് വാല്യൂ ഓഫ് EMF ആൻഡ് എഫക്റ്റീവ് വാല്യൂ ഓഫ് ഇന്റേണൽ റെസിസ്റ്റൻസ് എന്നുള്ളത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് എടുക്കാനുള്ളത്. അപ്പം ഈ എടുത്ത കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, അടുത്ത ഭാഗത്ത് കാണും. അതുവരെ ഗുഡ് ബൈ.